ഹലോ, നമ്മൾ ടെറസിലാണ് നാടൻ കോഴികളൊക്കെ വളർത്തിയെടുക്കണേ. അപ്പോൾ ഇന്ന് അവരുടെ തീറ്റയിൽ നമ്മൾ കൊടുക്കാൻ പോണത്, നമുക്ക് ഇന്ന് രാവിലെ ക്യാരറ്റ് ഉപ്പേരിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തത് ഇതുപോലെ ചെറുതാക്കി അവരുടെ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് കോഴികൾക്ക് നമ്മൾ ടെറസിൽ വളർത്തണ കാരണം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായിട്ട് വരണത് നമ്മൾ തന്നെ കൊണ്ടിട്ട് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അവർക്കുള്ള തീറ്റ കണ്ടിട്ടുള്ളൊരു മേളാങ്കാണ് ഈ കാണണത്. അപ്പോൾ ഒരാൾക്ക് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ രാവിലെ കടയിൽ പോണതിന് മുൻപ് ഇവർക്ക് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ നോക്കാറുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഇവർക്ക് ഇലയായിട്ട് കൊടുക്കുന്നത് പപ്പായയുടെ ഇലകളാണ്. ചെറുതിലെ തന്നെ ഇവർ ഇലകളൊക്കെ തീറ്റി പഠിപ്പിക്കുന്ന കാരണം തീറ്റ ലാഭം തീറ്റയ്ക്കുള്ള ചിലവ് നമുക്ക് കുറച്ച് കുറയ്ക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തക്കാളിയാണ്. ആ തക്കാളി കണ്ടിട്ടുള്ള തിക്കും തിരക്കാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടാ അതിൽ നിന്ന് ഒരു തക്കാളി വേഗം കഴുകിയെടുത്ത് കൊണ്ടുവന്ന് അവർക്കത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട അവരുടെ ഒരു ഇഷ്ടം കണ്ട അതിനോട്. അത് നമ്മളിങ്ങനെ ചെറുതിലേ തൊട്ട് അവരെ തീറ്റി പഠിപ്പിക്കണ കാരണമാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ആദ്യമായിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ എല്ലാ പച്ചക്കറി വേസ്റ്റും ഒക്കെ കഴിച്ചോളും. സാധാരണ കോഴികളെ അപേക്ഷിച്ച് ഇവർക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടിട്ട് കൊടുത്താലല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പച്ചക്കറി തോട്ടം, ഒരു അടുക്കളത്തോട്ടം എന്നൊക്കെ പറയാം. ആ ഒരു തോട്ടത്തിൽ അധികം ഞങ്ങൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് കോഴി വേസ്റ്റ് തന്നെയാണ് കേട്ടോ. കോഴി വേസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്താൽ പച്ചക്കറിയൊക്കെ നല്ല പോലെ വളരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതാണ് കോഴി വേസ്റ്റും നമുക്കൊരു വളമായിട്ട് പ്രയോജനപ്പെടുത്താം. പിന്നെ പിറ്റേ ദിവസത്തെ തീറ്റയും കൂടി ഞാൻ കാണിച്ചു തരാം. അതിലും കുറച്ച് നമുക്ക് പച്ചക്കറി വേസ്റ്റ്, കറിക്കരിഞ്ഞപ്പോഴുണ്ടായ പച്ചക്കറി വേസ്റ്റും ഇപ്പം ചേർത്ത് കൊടുത്തത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ മഴക്കാലം ആകുമ്പോൾ ഞങ്ങൾ കുരുമുളകിൻ്റെ പൊടി ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് അവരുടെ തീറ്റയിൽ. അതൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കും കേട്ടോ. വല്ലാതെ മഴയൊക്കെ പെയ്യുന്ന ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കൂട്ടിൽ ഇവർ അടുത്തടുത്ത് നിൽക്കണ കാരണം തന്നെ അസുഖങ്ങൾ ബാധിക്കാതിരിക്കാൻ ഇത് സഹായിക്കും.